രംഭ, ഡാം ഷുവർ സാർ അത് കരുതിക്കൂട്ടി ചെയ്തതാ. അല്ലെങ്കിൽ സബ്ജക്റ്റുമായി ഒരു ബന്ധമില്ലാത്ത ഡിസ്കഷൻ എന്തിനാ? അത് പറ. അതെ രംഭ, അവളുടെ ആറ്റിറ്റ്യൂഡ് അറിയണം. അതിനുവേണ്ടി മാത്രമോ സാറ്? നമ്മൾ മണ്ടന്മാരാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കേണ്ടി വരില്ലായിരുന്നു. രാഹുൽ, ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മളത് ഒബ്ജക്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ പൊട്ടം കളിപ്പിക്കണ്ട. ഓക്കെ, പക്ഷെ ഇന്നും സംഭവിച്ചെന്താ? നമ്മൾ കൂവിയപ്പോ അവള് കരഞ്ഞു. പതിവ് പോലെ സെന്റിമെന്റ്സ് അവൾക്ക്. അവളെ ബോധപൂർവം നമുക്കൊക്കെ മുകളിലാക്കണം. അതാ സാറിന്റെ ഉദ്ദേശം. എന്നാ പിന്നെ രണ്ടാൾക്കും കൂടി അങ്ങ് കല്യാണം കഴിച്ചൂടെ? സ്റ്റോപ്പ് ഇറ്റ്. എന്തിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നേ? ഋഷിയെ കുറിച്ചോ? അവളുമായി ഋഷിയെ കണക്ട് ചെയ്ത ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് ആന്ന് പറയാൻ നാണോ ഇല്ല നിങ്ങൾക്ക്? ഏത് നേരം കൂടെ നടന്നാ പോരാ, എന്റെ മനസ്സറിയണം. അതില്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നടക്കണം. രംഭ, ഞങ്ങളിപ്പോ പറഞ്ഞത് റിയാലിറ്റിയാണ്. ഓക്കെ, എന്നെക്കാൾ ഋഷിയുടെ മനസ്സിൽ അവൾക്ക് സ്ഥാനം ഉണ്ടാകാം. അതൊരു സെന്റിമെന്റ്സിന്റെ പേരിൽ. അല്ലാതെ അതിനൊരു പ്രണയത്തിന്റെ നിഴലുണ്ടെങ്കിൽ അവളെ കൊല്ലാനുള്ള മാർഗം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണ്ടേ? മനസ്സിലായോ? രാഹുൽ, ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് എന്റെ മനസ്സ് തകർന്നത് പോലെ അവളുടെ ഒരു സ്വപ്നം തകരണം. പോ, നിക്കേ. ഈ കാര്യത്തിൽ നീ തോറ്റ പിന്നെ നീ എന്റെ മുന്നിലേക്ക് വരരുത്. ഇല്ല രംഭ, നീ ആഗ്രഹിക്കുന്ന നടന്നിരിക്കും. പോ. രംഭ, ഞങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തെ. അറ്റ്ലീസ്റ്റ് ഋഷിയുടെ മമ്മിയോട് പറഞ്ഞ് നിനക്കത് വിലക്കിക്കൂടെ? അവരൊരു കെട്ടിലമ്മ ചമയുന്ന സ്ത്രീയാ. അവരുടെ മുന്നിൽ ചെന്നാൽ ഓച്ചാനിച്ച് നിൽക്കണം. എനിക്കതിന് വയ്യ. ഏറെ ഒന്നും ക്ഷമിക്കില്ല ഞാൻ. ഒരു പരിധി വിട്ട് രണ്ടാളും കൂടെ എന്നെ പരീക്ഷിച്ച ഒരു ദിവസം കോളേജ് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ ചത്തും മലച്ച് കിടക്കും അവൾ. എന്റെ ധിക്കാരങ്ങൾക്കും വാശികൾക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഋഷി. അത് കൊത്തിക്കൊണ്ട് ആര് പറക്കാൻ ശ്രമിച്ചാലും ചിറകല്ല, കഴുത്തരിയും ഞാൻ. അതിന്റെ ആദ്യ ഡോസ് അവൾ ഇപ്പൊ തന്നെ കാണും. അയ്യോ, സൈക്കിൾ ആകെ പ്രശ്നമായല്ലോ. ആരാടിയാ വണ്ടി ഓടിച്ചത്? അറിയില്ല. എന്തായാലും ഈ ക്യാമ്പസിൽ കാണാറുള്ള വണ്ടിയല്ല. ശോ, കഷ്ടം. കബനി, നീ പോയി പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യാ. ദാറ്റ്സ് ബെറ്റർ. എന്നാലും ആരാ ഇത്? പാവം, എത്ര ആഗ്രഹിച്ച സൈക്കിളല്ലേ. കബനി, ഇതെന്താടി? ഇതെന്താ പറ്റിയ? ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ചൂടെ? പറയടി, ആരത് ചെയ്തേ? ചെയ്യിച്ചത് നിങ്ങളാന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളോ? ഒരു പ്രശ്നം കണ്ടപ്പോ ഓടി വന്നത് ഇപ്പൊ കുഴപ്പമായോ? എന്റെ കാറ് കിടന്നിടത്തുനിന്ന് മാറിയിട്ടില്ല. ഓടിപ്പോയ വണ്ടിയില് ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ? ഓ, അപ്പോ എല്ലാം കണക്കൂട്ടി ചെയ്തതാ അല്ലേ? നിനക്കൊക്കെ അറിയൂടി ഇതിന്റെ വില എന്താന്ന്? ഐ ആം സോറി, ഇത്തരം സാധനങ്ങളുടെ വിലയൊന്നും എനിക്കറിഞ്ഞൂടാ. പരിചയമില്ലാത്തോണ്ടാ. ചിന്തേ, നിനക്കറിയോടി? നിർത്തടി. ഇവൾക്കിത് ഇവളുടെ അപ്പൂപ്പ വാങ്ങിച്ചു കൊടുത്തതാ. അതിന്റെയൊക്കെ പുണ്യം തിരിച്ചറിയണമെങ്കിൽ നീയൊക്കെ ഒരു 10 ജന്മം ജനിക്കണം. ശരിയാ അല്ലേ രംബേ? ഈ നാട്ടുപുറത്ത് സൈക്കിളിനൊക്കെ ആത്മാവുണ്ടെന്ന് പറഞ്ഞ
അതും കേൾക്കേണ്ടി വരും. ഓ എന്ത് കഷ്ടമല്ലേ. രാവിലെ ഞങ്ങൾ ഈ സൈക്കിളിനെ കുറിച്ച് ഒന്ന് തർക്കിച്ചു പോയി. ആ ക്യാമ്പസിലെ ന്യായം കബനിക്ക് നന്നായിട്ട് അറിയാലോ. ഒന്ന് പോകുന്നുണ്ടോ ശവങ്ങള്? പോവാൻ. കബനി, ഇത് അവര് തന്നെയടി. കബനി, അത്ര ഉറപ്പുണ്ടായിട്ട് നീ എന്താ ചെയ്തത്? അവരെ പിടിച്ചു നിർത്തിയോ? കരണത്തെങ്കിലും അടിച്ചോ? ഇല്ലല്ലോ. ഇതാടി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ നമ്മുടെ അവസ്ഥ. സൈക്കിളിലല്ല, നമ്മുടെ നെഞ്ചിലൂടെ ആ വണ്ടി പോയാലും മിണ്ടരുത് നമ്മള്. എന്നിട്ടാ അതിനിടയ്ക്ക് പകരം വീട്ടിയത് ഇന്ന് ക്ലാസ്സിൽ സംഭവിച്ചതിനാ. പറഞ്ഞത് ആർക്കും മനസ്സിലാവും. നിന്റെ തലയിലോട്ട് കേറുന്നുണ്ടോ ഞാൻ പറയുന്നത്? എടി, എന്റെ അപ്പൂപ്പൻ വാങ്ങി തന്നതാ. ഈ വയസ്സാം കാലത്ത് എന്നെ കരയിപ്പിക്കാതിരിക്കാൻ മാത്രം. അതിനു വേണ്ടി എത്ര ഓടി നടന്നിട്ടുണ്ടാവും പാവം. അപ്പൂപ്പൻ അറിഞ്ഞൂടല്ലോ പണമില്ലായ്മയുടെ പേരില് കയ്യും കാലും കെട്ടി എന്നെ നിന്നെയൊക്കെ ഇവിടെ ഇട്ടിരിക്കുകയാണെന്ന്. എന്റെ മനസ്സല്ല, ആ പാവം പിടിച്ച മനുഷ്യന്റെ മനസ്സാ ഈ ഉടഞ്ഞു കിടക്കുന്നത്. കബനി, കബനി, കബനി. ഓ, നീ ദേഷ്യപ്പെട്ടിരിക്കുക? മനുഷ്യന്റെ പ്രാണം കത്തിച്ചു. ഞാൻ എവിടേക്ക് തിരക്കിന്നറിയോ? എണീറ്റ് വാടി. ഞാനില്ല. പിന്നെന്താ, നീ ഈ വഴിക്ക് എവിടെയെങ്കിലും പോവാണോ? പോയാലെന്താ, നോക്കിക്കോ, ഒരു ദിവസം ഞാനങ്ങ് പോവും. ഇങ്ങനെ വാശി പിടിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പൂപ്പൻ നിന്നോട് കാര്യം പറഞ്ഞതല്ലേ? എന്ത് കാര്യം? കഴിഞ്ഞ മാസം പറഞ്ഞല്ലോ സൈക്കിള് വാങ്ങിത്തരാന്ന്. എന്നിട്ടിപ്പോ കമ്പനിന്ന് കാശ് കിട്ടിയില്ലാന്ന്. പച്ച കള്ളോ? കള്ളൊന്നും അല്ല. അമ്മ തന്നെ പറയിച്ചതാവും. എന്നോട് പറഞ്ഞല്ലോ സൈക്കിളിലും കുന്തത്തിലും ഒന്നും കയറി നടക്കണ്ടാന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ വിശ്വസിച്ചു. അമ്മയ്ക്ക് കുശുമ്പാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നീ എഴുന്നേറ്റ് വാ. അപ്പൂപ്പ ചോറ് കഴിക്കേണ്ട അവിടെ നിന്നെ കാത്തിരിക്കുക. ഒറ്റക്കിരുന്ന് തിന്നോളാൻ പറ. എനിക്ക് വേണ്ട. ചതിയൻ. ഡീ, ഇന്ന് പുഴമീന കിട്ടിയിരിക്കുന്നെ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഒരിഷ്ടവും ഇല്ല. ഇന്ന് മുതല് എന്റെ ഒരു ഇഷ്ടവും ആരും നോക്കണ്ട. അങ്ങനൊരു വാശി പാടില്ലല്ലോ. ദേ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാനും ഇറങ്ങി ഒരു പോക്കങ്ങ് പോവും. പിന്നെ ഇതുപോലെ നീ തെരഞ്ഞു വന്നാ കാണില്ല. മര്യാദക്ക് എണീറ്റോ. അങ്ങനെ ഞാൻ കാരണം ആരും ഇറങ്ങി പോണ്ട. ആകെ ഒരു കൊച്ചേ ഉള്ളൂ. അതിന്റെ ഒരു ആഗ്രഹം. അതൊന്ന് നടത്തി കൊടുത്താലെന്താ? എന്താടി? ഒന്നുമില്ലേ, ഞാനേ എന്നോട് തന്നെ പറഞ്ഞതാ. എന്നാലേ അത് മനസ്സിൽ പറഞ്ഞാ മതി. ഞാൻ എവിടെ പറഞ്ഞ അമ്മയ്ക്കെന്താ? നോക്കിക്കോ, പഠിച്ച് ജോലി കിട്ടിയാ ഓരോ മാസം ശമ്പളം കിട്ടുമ്പോഴും ഞാൻ ഓരോ സൈക്കിൾ വാങ്ങിക്കും. അതെന്തിന്? നീ കട നടത്താൻ പോവാ? എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. അന്ന് ആരെങ്കിലും ചോദിക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ ചോദിക്കാനുള്ളത് അപ്പോഴും ചോദിക്കും. അങ്ങോട്ട് വാ ചോദിക്കാൻ. ഓ, എന്റെ പൊന്നോ, ഒരു സൈക്കിളിന്റെ പേരിൽ ഇത്ര കോലാഹലം ഉണ്ടാവോ? ഭയങ്കരം തന്നെ. മതി, എന്നെ പറഞ്ഞു മോഹിപ്പിച്ചതാ. എന്നിട്ട് അവസാനം ചതിച്ചു കഴിഞ്ഞാ ആർക്കായാലും വിഷമം ഉണ്ടാവും. മാറങ്ങോട്ട്. ഡീ, അവിടെ നിക്ക്. കബിനി മോളെ, ആഹാ, ഇതെന്താ ഇത്? ഓ, ഏതെങ്കിലും കുട്ടിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാ സ്നേഹമുള്ളവര്. കണ്ടു പഠിക്കും. എന്നിട്ടേ അമ്മയുടെ അച്ഛനോടും പോയി പറ. എന്നാലും ഇത് ആർക്കാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അറിഞ്ഞിട്ട് വേണം അവിടെയും ചെന്ന് മുടക്കാൻ, അല്ലേ? കബിനി, നിനക്ക് വേണ്ടി അപ്പൂപ്പൻ വാങ്ങിയതാ ഇത്. സത്യമായിട്ടും? സത്യം. ചുമ്മാ പറയല്ലേ? അല്ലടി,
നീ കരഞ്ഞിറങ്ങിയപ്പോ അപ്പനും ഇറങ്ങി. തിരിച്ചു വന്നത് ഇതും കൊണ്ടാ. എടുത്ത് ചവിട്ടിക്ക. അമ്മേ, അമ്മ വീഴും. സന്തോഷായോ നിനക്ക്? പിന്നെ എവിടെ അപ്പൂപ്പൻ? വീട്ടിലുണ്ട്. ആ, എന്നാലേ ഞാൻ ഓൾഡ് മാനോട് ചെന്ന് താങ്ക്സ് പറയട്ടെ. എന്നാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. നിന്റെ മുഖം മുഷിഞ്ഞാ പിന്നെ അപ്പന് സ്വസ്ഥത കിട്ടോ? ചെന്ന് കാണ്. അമ്മേ, സൂപ്പർ സൈക്കിൾ. താങ്ക്സ് അമ്മ, ഐ ലവ് യു. മണികണ്ട, ക്ലാസ്സിൽ തമാശയൊക്കെ കൊള്ളാം. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നടക്കുന്നുണ്ട് സാർ. സാർ ഒരു കാര്യം. എന്താ അത്? അല്ല, പഠിക്കാനിരിക്കുമ്പോൾ ഇടയ്ക്ക് ചില സംശയങ്ങൾ വരും. എൻ്റെ വീട്ടിൽ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. സാറിനെ ഒന്ന് വിളിച്ചാൽ സാറിന് ബുദ്ധിമുട്ടാവും. മണികണ്ട, നമ്മുടെ നാട്ടിൽ ഈ പഠിക്കലും പഠിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇന്നുവരെ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയോട് ഏതെങ്കിലും സാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കുട്ടി പറയുന്ന ആൻസറാണ് മണികണ്ഠനും പറഞ്ഞത്. അപ്പോൾ ഞാൻ മണികണ്ഠനെ അമിതമായി വിശ്വസിക്കണം, അതല്ലായിരുന്നു ഉദ്ദേശം. അയ്യോ സാറേ, സത്യമായിട്ട് അങ്ങനെയൊന്നുമല്ല. വിടു മോനെ, നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. എന്തൊരു യോനി? ആരോ സൈക്കിളില് വണ്ടി കയറ്റി. അവരല്ലെന്നാ പറയുന്നത്. അവരുടെ കാർ ഇവിടെ കിടക്കുന്ന കണ്ടോ? അവള് ജയിച്ചു തന്നെയാ സാർ. കവനി വിഷമിക്കേണ്ട, നമുക്ക് ശരിയാക്കാം. രംഭ, കബനിയുടെ സൈക്കിൾ എന്താ പറ്റിയത്? പുറത്തുനിന്ന് വന്ന് ഇടിച്ചിട്ടതാ. ഞങ്ങള് കണ്ടപ്പോഴേക്കും വണ്ടി പോയി. ഓ, ബുദ്ധി എനിക്ക് ഇഷ്ടമായി. ആരുപദേശിച്ചിട്ടാ നിങ്ങളിത് ചെയ്തത്? അത് പറ. ഋഷി സത്യോ? ഷട്ട് അപ്പ്. പതിവ് പ്രതികാരോ അതോ വിഷയങ്ങൾ പുതിയ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. നിഴലിനോട് യുദ്ധം ചെയ്യാൻ ശീലിച്ചവര് അത് മറക്കില്ലല്ലോ. ബട്ട് രംഭ, എതിർപ്പുകളായാലും പകവീട്ടലായാലും അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. എച്ചിലിന് തല്ലുകൂടുന്ന ജീവിയും കൊട്ടാരമുറ്റത്തെ പെൺകുട്ടിയും ഒരേ സ്റ്റാൻഡേർഡ് ആണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് ഋഷി. എനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ വലിച്ചിഴക്കരുത്. പിന്നെ എന്നെ ഇടിച്ചു താഴ്ത്തി ഇവളുടെ മുന്നിൽ ആളാവാൻ കാണിക്കുന്ന ഈ വേഷം കെട്ടലിന് എന്ത് സ്റ്റാൻഡേർഡാ ഉള്ളത്? ക്യാമ്പസിൽ ഒരു അധ്യാപകൻ പെരുമാറേണ്ട അന്തസ്സിലാണ് ഋഷിയെന്ന് ഋഷിക്ക് ബോധ്യമുണ്ടോ? ഉണ്ടാവില്ല. എത്ര നാണം കെടാന് ഋഷി തയ്യാറാവും? ഓക്കെ, തൽക്കാലം ഈ കാര്യത്തിൽ താൻ പറയുന്ന അന്തസ് എനിക്കില്ലെന്ന് കൂട്ടിക്കോ. ഇപ്പോ ഇവളെ സഹായിക്കാൻ പോയി ഞാൻ. അത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള എന്റെ ഡ്യൂട്ടിയാണ്. താനോ തന്റെ ഫ്രണ്ട്സോ അതിന് മറ്റൊരർത്ഥം ഉണ്ടാക്കിയെടുത്ത ഇതുവരെ കണ്ട എന്നെ ആയിരിക്കില്ല നിങ്ങൾ പിന്നെ കാണുക. വാ. കബനി, കണ്ടില്ലേ സർ, ഒന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും ഒരു കാര്യമില്ല. പത്മിനി, കബനിയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് വെക്കൂ. മണികണ്ട, നമുക്ക് ഈ സൈക്കിൾ ഒന്ന് നന്നാക്കാൻ കൊടുക്കാം. വേണ്ട സർ. വേണം. തോറ്റു കൊടുക്കാൻ പാടില്ല. തനിക്ക് ഈ സൈക്കിളിനോട് ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്, അതെനിക്കറിയാം. ഒരു കാര്യം ഓർത്താൽ മതി, താൻ കൂടുതൽ കരയും തോറും കരയിച്ചര ജയിക്കുന്നത്. സോ പ്ലീസ്. സർ, ഞങ്ങൾ പോവാ. വാ പത്മിനി, അതവിടെ കിടന്നോട്ടെ, പോയിക്കോട്ടെ.
വാമണിയുണ്ട്. രംഭ, സൈക്കിള് ഞാനാണ് അടിച്ചിട്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഏയ്, പുറത്ത് നിന്ന് ആരോ വന്നു, അതാ പിക്ചർ. അതവര് വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നോണ്ട് നേരിട്ട് സംശയം പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് അവളുടെ സ്വപ്നരഥം തകർന്നു. കബനി, സൈക്കിൾ കേടാക്കിയത് അവര് തന്നെയാ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. അവളുടെ കാറിൽ കുറച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താലോ? മണിയണ്ട, നമുക്ക് ചെയ്താലോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. അതൊക്കെ എത്ര വലിയ പ്രശ്നങ്ങളാണെന്നറിയോ? നീ ഇന്നലെ മുഴുവൻ കരഞ്ഞില്ലേ? അത് കണ്ടിട്ട് അവളോട് ക്ഷമിക്കുന്ന എങ്ങനെയാ? കബനി, നമുക്ക് എന്തെങ്കിലും പകരം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതങ്ങ് വന്നാ മതി. രംഭ, കാർ അവിടെ പാർക്ക് ചെയ്തത്? സാധാരണ പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ. അവിടെ തടസ്സമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, സ്വപ്നരഥമൊക്കെ വർക്ക്ഷോപ്പിലായില്ലേ? ഇനി ആരും നിന്റെ കാർ പാർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് പോലും വരില്ല. സൈക്കിള് ചെയ്ത പോലെ കാർ ചെയ്യാനും ഞങ്ങൾക്ക് അറിയാം. ഓ, എന്തോ വലിയ കാര്യം ചെയ്ത പോലെ നിക്കല്ലേ പുലിക്കൂട്ടം. ഒളിച്ചു നിന്ന് മാന്താനല്ലാതെ നേരിട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? ഉണ്ടോന്ന്? നീ പോട ചെറുക്ക. കബനി, നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോവുമായിരിക്കും. പക്ഷേ ഇവനുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും ഒരു കൊടയും പിടിച്ച് ഇവളുടെ പുറകെ നടക്കുന്നുണ്ടാവും. പണ്ടായിരുന്നെങ്കി ഒരു വെറ്റില ചെല്ലോ ഉണ്ടായേനെ. നിർത്തടി. ഡേ, നോക്കിയേ. സൈക്കിൾ കണ്ടല്ലോ. റീസെറ്റ് ചെയ്യുക മാത്രമല്ല, ഇനി കുറെ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ പ്രിൻസിപ്പൾ ഇന്ന് നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഇടും. സൈക്കിളോ ടൂ വീലറോ ഇടാനുള്ള സ്ഥലങ്ങളിൽ ആരും കാർ പാർക്ക് ചെയ്യരുതെന്ന്. താങ്ക് യു. എനിക്ക് വേണ്ടി സാർ ഇത്രയും ബുദ്ധിമുട്ടിയല്ലോ. കോളേജ് ക്യാമ്പസിൽ വെച്ച് സംഭവിച്ചുകൊണ്ട് ആക്ച്വലി ഇത് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാ. ഓ വേണ്ട സർ, മാനേജ്മെന്റിന്റെ കാര്യം നമുക്കറിയില്ലേ. നല്ല ആളുകളും ഉണ്ട്, ചില കൃമികളും ഉണ്ട്. അപ്പൊ പിന്നെ എന്താ കാര്യം? ഓക്കെ, ശരി. രാഹുൽ, ക്യാമ്പസിൽ അന്യവാഹനങ്ങൾ വന്നു പോകുന്നതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ വേണം. ഇന്നലെ കമ്പനിക്കുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത്. മനസ്സിലാകേണ്ട വിധത്തിൽ മനസ്സിലായല്ലോ. കബനി, എന്നാലും ഇതൊരു ഭാഗ്യം തന്നെ അല്ലേടി?
അല്ലെങ്കിൽ സാറ് തന്നെ സൈക്കിൾ നന്നാക്കി കൊണ്ടുവരുന്ന ഭാഗ്യം ഇവിടെ വേറെ ആർക്ക് കിട്ടും? അതെ, അത് ശരിയാ. പക്ഷെ സൂക്ഷിക്കണം, ഇന്നലെ ഇത് ചെയ്ത വൃത്തികെട്ടവന്മാര് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ കബനി, നമ്മള് വണ്ടി പാർക്ക് ചെയ്യല്ലേ? ആ, നമുക്ക് അർഹതപ്പെട്ട സ്ഥലത്ത് മാത്രം പാർക്ക് ചെയ്താൽ മതി. അതാണ് മാന്യത. വാ മണിയണ്ട. രംഭ, ഈ ഋഷി സാർ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? ഇതൊക്കെ നാണക്കേടല്ലേ? കബനിയുടെ കാര്യത്തിൽ സാറിന് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. എത്ര നാണം കെട്ടാലും. അവൾക്ക് വേണ്ടി ഇപ്പോ ഞാൻ എന്റെ കാറ് മാറ്റിയിടണം. സ്ഥാനങ്ങൾ ഓരോന്നായി അവൾ കീഴടക്കുക. വരട്ടെ, എനിക്കൊരവസരം വരും.